അഹങ്കാരം അത് മറ്റുള്ളവരെയെല്ലാം നിസ്സാരരായി കാണുവാനുള്ള പ്രവണതയുണ്ടാക്കുന്നു. മോഹം അത് നിങ്ങളെ വ്യാകുലരാക്കി മാറ്റും. ലോഭം നിങ്ങളുടെ ആഗ്രഹങ്ങളെ അത് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ക്രോധമെന്ന അഗ്നി നിങ്ങളെ തന്നെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മറ്റ് ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ശത്രുവിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ശത്രുവിനെ പരാജയപ്പെടുത്താനാവുക? എങ്ങനെ ഇതിനെ മറികടക്കുവാൻ സാധിക്കും? ഈ ഭാവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അതിനെ എങ്ങനെ പരാജയപ്പെടുത്തുവാനാകും? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ മാർഗത്തിന്റെ പേര് ഇതാണ്: സംതൃപ്തി. ആ സംതൃപ്തിക്ക് മാത്രമേ നിങ്ങളുടെ മനസ്സിന് ശാന്തത പകരുവാൻ സാധിക്കൂ. ആ സംതൃപ്തിക്ക് മാത്രമേ നിങ്ങളെ ജീവിതത്തിലെ സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും സാഗരത്തിലേക്ക് കൊണ്ടുപോകുവാനും കഴിയൂ. അതിനാൽ ജീവിതത്തിൽ എപ്പോഴും സംതൃപ്തരായിരിക്കൂ. നമ്മുടെ പക്കലുള്ളതിൽ ആനന്ദം കണ്ടെത്തിയാലും ജീവിതം കൂടുതൽ സന്തോഷം നിറഞ്ഞതാകും. രാധേ രാധേ.